ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിറ്റിരിക്കുന്ന കമ്പനികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മളിതിൽ മന്ത് ഓൺ മന്ത് ബേസിലായിരിക്കും കമ്പയർ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, അതായത് നിങ്ങൾക്കറിയാം 14 കമ്പനികളാണ് എപ്പോഴും ലിസ്റ്റിൽ ഉണ്ടാവാറുള്ളത്. അതിൽ 14th പൊസിഷനിൽ കഴിഞ്ഞ മാസം നിൽക്കുന്ന കമ്പനി നമ്മുടെ ജീപ്പ് തന്നെയാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 262 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. ഇനി 2025 മെയ്യിൽ, അതായത് കഴിഞ്ഞതിന് മുന്നത്തെ മാസം 276 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത്. ജസ്റ്റ് 14 വാഹനങ്ങളുടെ വ്യത്യാസവും 5.07% ഡീഗ്രോത്ത് റേറ്റും ഉള്ളൂ. നമ്മുടെ ഈ ലിസ്റ്റിൽ തന്നെ രണ്ടാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനിയും ഇവരാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് പുതിയ പ്രൊഡക്ട്സ് ഒന്നും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വന്നിട്ടില്ല. ആൻഡ് ജീപ്പിന് ഇനിയിപ്പം പുതിയ വണ്ടികളൊന്നും കൊണ്ടുവരാൻ വലിയ താല്പര്യമില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെ പോകുമായിരിക്കും ഇനിയും. അതുപോലെ തന്നെയാണ് സ്റ്റെല്ലാൻഡിസ് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്ന മറ്റൊരു കമ്പനിയും, അതായത് സിട്രോയിൻ. നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ, 13th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി സിട്രോയിൻ തന്നെയാണ്. 610 വാഹനങ്ങളുടെ സെയിലാണ് ഇവർക്ക് കഴിഞ്ഞ മാസം വന്നത്. അത് ആക്ച്വലി അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം മെയ് 2025 ആകെ 333 വാഹനങ്ങൾ സെയിൽ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 277 വാഹനങ്ങളുടെ വ്യത്യാസവും 83.18% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ മന്ത് ഓൺ മന്ത് പേഴ്സണിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനി ഇവർ തന്നെയാണ്. ലോ വോളിയം സെയിൽസ് ആണെങ്കിലും ഓൾമോസ്റ്റ് ഡബിൾ സെയിൽസിൻ്റെ വ്യത്യാസമുണ്ട്. അത് ഓൺ പേപ്പർ 610 വണ്ടികളുടെ സെയിൽ എന്ന് പറയുമ്പോൾ അത്ര ഇമ്പ്രസീവായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നില്ലായിരിക്കും. പക്ഷേ നമ്മൾ മൊത്തത്തിലെടുക്കുന്ന സമയത്ത് ഇതുവരെ ഒരു 500-ൽ താഴെയാണ് കുറച്ച് കാലമായിട്ട് വിറ്റുകൊണ്ടിരുന്നത്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ലതാണ്. ഇനി അടുത്ത നമ്മുടെ 12th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നിസാനാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 1313 വാഹനങ്ങൾ സെയിൽസ് കിട്ടിയിട്ടുള്ളൂ. 2025 മെയ്യിൽ 1354 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. വലിയ വ്യത്യാസമില്ല, 41 വണ്ടികളുടെ വ്യത്യാസം. 3.03% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനി നിസാൻ തന്നെയാണ്. പക്ഷേ ഇവർക്കിപ്പോൾ ആകെ മെയിനായിട്ട് ഇന്ത്യയിൽ മാഗ്നൈറ്റ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇനിയിപ്പോൾ അടുത്ത വർഷമായിരിക്കും നിസാനും റെനോയും രണ്ടുപേരും പുതിയ 2 വാഹനങ്ങൾ ഇറക്കാൻ പോകുന്നത്. അതായത് അബവ് 4 മീറ്റർ കോമ്പാക്ട് എസ് യു വിസ് എന്ന് വെച്ചാൽ നമ്മുടെ ഡസ്റ്റർ വരുന്നുണ്ട്, പിന്നെ അത് ബേസ്ഡ് ആയിട്ടുള്ളൊരു നിസാൻ്റെ എസ് യു വി വരുന്നുണ്ട്. അത് വരുന്നത് വരെ ഇതൊക്കെ തന്നെയായിരിക്കും ഇവരുടെ അവസ്ഥ. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ, അതായത് നമ്മുടെ ആ ഒരു ജാനുവരി ടു ഏപ്രിൽ വരെയുള്ള സമയത്ത് അത്യാവശ്യം നല്ല സെയിൽ ഉണ്ടായിരുന്നു. 2000-2500 വെച്ചെങ്കിലും ഉണ്ടായിരുന്നു. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസമൊക്കെയാണ് 1300 റേഞ്ചിലേക്ക് ചാടിയത്. റെനോയുടെയും ഇപ്പോഴത്തെ സെയിൽസിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. 11th പൊസിഷനിൽ റെനോ ആണ് നിൽക്കുന്നത്. പക്ഷേ ഇവർക്ക് 3 വണ്ടികളുണ്ട്. മാഗ്നൈറ്റ് ആകെ മാത്രമാണ് നിസാനുള്ളത്. അതായത് റെനോയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ട്രൈബറുണ്ട്, കൈഗറുണ്ട്, അതുപോലെ നമ്മുടെ ക്വിഡും ഉണ്ട്. പക്ഷേ എന്നിട്ടും കഴിഞ്ഞ മാസം ആകെപ്പാടെ 2625 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുള്ളൂ. മെയ് 2025 2502 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ആൻഡ് 123 വാഹനങ്ങളുടെ വ്യത്യാസവും 4.92% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി മന്ത് ഓൺ മന്ത് ബേസിൽ ചെറിയൊരു ഇൻക്രീസ് വന്നിട്ടുണ്ട് സെയിൽസിൻ്റെ കാര്യത്തിൽ. പക്ഷെ എന്നാലും അത് മതിയോ എന്ന് ചോദിച്ചാൽ 3 വണ്ടികളുള്ളൊരു കമ്പനി എന്നുള്ള രീതിയിൽ നോക്കുമ്പം ഇതും വളരെ കുറവാണ്. അതും കൂടുതലും ബഡ്ജറ്റ് ഓഫറിങ്സ് ആണ് ഇവർക്കുള്ളത്. ഇനി നമ്മുടെ അടുത്ത കമ്പനി ഫോക്സ് വാഗൻ ആണ്. ഫോക്സ് വാഗൻ എന്തായാലും സബ് 4 മീറ്റർ എസ് യു വി ഇതുവരെ കൊണ്ടുവരാത്തതുകൊണ്ട് ഇവരുടെ സെയിൽ ഒരുപാട് അങ്ങോട്ട് പീക്ക് ചെയ്തിട്ടില്ല. കഴിഞ്ഞ മാസം 3089 വാഹനങ്ങളുടെ സെയിൽസ് മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. ആൻഡ് 2025 മെയ്യിൽ 2848 വാഹനങ്ങളുടെ സെയിൽസാണ് വന്നത്. 241 വാഹനങ്ങളുടെ വ്യത്യാസവും 8.46% ഗ്രോത്ത് റേറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അത്ര ഗംഭീര സെയിൽസ് ആണ് എന്ന് നമുക്കിപ്പോഴും പറയാൻ പറ്റില്ല. സ്കോഡ കയ്യിലൊക്കെ ഉണ്ടെന്നോടുകൂടി അത്യാവശ്യം ടോപ്പ് പൊസിഷനിലേക്ക് കയറിയിട്ടുണ്ട്. മിക്ക മാസം ഇപ്പോൾ ഫോക്സ് വാഗനേക്കാൾ 2-3 പൊസിഷൻ മുകളിലായിരിക്കും സ്കോഡ നിൽക്കുക. ഏതായാലും ഫോക്സ് വാഗൻ്റെയും സബ് 4 മീറ്റർ എസ് യു വി അടുത്ത വർഷം വരുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവർക്കും അത്യാവശ്യം നല്ലൊരു അപ്പർ എഡ്ജ് കിട്ടുമായിരിക്കും. ഇനി നമ്മുടെ 9th പൊസിഷൻ നിൽക്കുന്ന അടുത്ത കമ്പനി ഹോണ്ടയാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 4618 വാഹനങ്ങളുടെ സെയിലാണ് വന്നത്. മെയ് 2025 3950 വാഹനങ്ങളുടെ സെയിലായിരുന്നു. 668 വാഹനങ്ങളുടെ വ്യത്യാസവും 16.91% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ സിട്രോയിൻ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ളത് ഹോണ്ടയ്ക്കാണ്. ഇവരിപ്പം 5000-ന് താഴെ സെയിൽ എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പ്രസീവ് അല്ലെങ്കിലും കഴിഞ്ഞ കുറച്ച് കാലത്തെ സെയിൽസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷേ ഹോണ്ടയ്ക്ക് ഇന്ത്യയിൽ അത്യാവശ്യം പ്രൊഡക്ട്സ് ഉണ്ട്. എലവേറ്റ് ഉണ്ട്, സിറ്റി ഉണ്ട്, പിന്നെ അമേസ് ഉണ്ട്. പക്ഷേ എന്നിട്ടും ഇപ്പോഴും വളരെ നന്നായിട്ട്, അതായത് ഒരു 7000-8000 ഒക്കെ വെച്ച് പണ്ട് സുഖമായിട്ട് വിറ്റുകൊണ്ടിരുന്ന കമ്പനിയാണ്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ നന്നായിട്ട് കുറഞ്ഞു എന്നുള്ളത് വളരെ മോശമാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 8th പൊസിഷനിൽ നിൽക്കുന്ന സ്കോഡയാണ്. അതായത് ഫോക്സ് വാഗനേക്കാൾ 2 പൊസിഷൻ മുകളിലാണ് നിൽക്കുന്നത്. 5014 വാഹനങ്ങളുടെ സെയിൽസാണ് കഴിഞ്ഞ മാസം സ്കോഡയ്ക്ക് വന്നത്. ശരിക്കും പറഞ്ഞാൽ 7th പൊസിഷനിലായേനെ, കാരണം അത്യാവശ്യം സെയിൽ ഇവർക്ക് ഉള്ളതായിരുന്നു. മെയ് 2025 6740 വണ്ടികളുടെ സെയിലാണ് അവർക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ മാസം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 1726 വാഹനങ്ങളുടെ വ്യത്യാസം 25.61% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നത്. നമ്മുടെ ലിസ്റ്റിൽ മന്ത് ഓൺ മന്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു കമ്പനി സ്കോഡയാണ്. ചിലപ്പോൾ എന്തെങ്കിലും പ്രൊഡക്ഷൻ റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ കുഷാക്കിൻ്റെയും സ്ലാവിയുടെയും സെയിൽസ് കുറച്ചധികം താഴത്തോട്ട് പോയി കാണുമായിരിക്കും. കയ്യിലേക്ക് എന്തായാലും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. മിക്ക മാസങ്ങളിലും 5000-നടുത്ത് സെയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ചിലപ്പം 5000-ലും കുറവായിരിക്കും. ഓഫ് കോഴ്സ് 4000-നടുത്തൊക്കെ ആയിരിക്കും, കാരണം കുഷാക്കും സ്ലാവിയും കൂടെ ഉണ്ടല്ലോ.
ഇനി നമ്മുടെ 7th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത കമ്പനി MG ആണ്. ഇവരും ഇപ്പോൾ നന്നായിട്ട് തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. പ്രത്യേകിച്ച് വിൻസ് റിവ്യൂ വെച്ച് കഴിഞ്ഞ മാസം 5829 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. 2025 മേൽ അതായത് കഴിഞ്ഞ മുന്നത്തെ മാസം 6304 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത്. 475 വാഹനങ്ങളുടെ വ്യത്യാസവും 7.53% ഡീഗ്രോത്ത് റേറ്റുമാണ് MGക്ക് വന്നിരിക്കുന്നത്. ഇവരിനിയും സെലക്ട് ഡീലർഷിപ്പിന് അണ്ടറിൽ 2 പുതിയ വാഹനങ്ങൾ കൂടെ കൊണ്ടുവരുന്നുണ്ട്. MG M9 അതുപോലെ തന്നെ സൈബർ സ്റ്ററും. രണ്ടും അത്യാവശ്യം പ്രീമിയം വണ്ടികളായിരിക്കും, പക്ഷേ ഇവരുടെ ബ്രാൻഡ് ബിൽഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന വണ്ടികൾ തന്നെയാണ്. പിന്നെ വിൻസ് റിവ്യൂയുടെ കൂടെ നമുക്ക് കോമറ്റ് കിട്ടുന്നുണ്ട്. ഇനിയും പല ഇലക്ട്രിക് വാഹനങ്ങളും JSW MG ഗ്രൂപ്പിൻ്റെ ആ ഒരു കൊളാബറേഷനിൽ വരേണ്ടതാണ്. ഏതായാലും നമ്മുടെ അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി കിയ ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 20,625 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 2025 മെയിൽ 22,315 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 1,690 വാഹനങ്ങളുടെ വ്യത്യാസവും 7.57% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. വലിയ കുഴപ്പമില്ല, സെയിൽസിൽ ഒരുപാട് ഡിക്ലൈൻ വന്നിട്ടില്ല, ചെറിയ ഡീഗ്രോത്ത് നമുക്ക് കാണാം, അത്രമാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ 5th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത കമ്പനി ടൊയോട്ടയാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 26,453 വാഹനങ്ങളുടെ സെയിൽസ് കിട്ടിയിട്ടുണ്ട്. മെയ് 2025 ടൊയോട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടിയത്. ഇതുവരെ 29,280 വാഹനങ്ങളുടെ സെയിൽ വരെ പോയി. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം 2,827 വാഹനങ്ങളുടെ വ്യത്യാസവും 9.66% ഡീഗ്രോത്ത് റേറ്റ് ഉണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, 25,000 മുകളിലൊക്കെ സെയിൽ വരിക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ നല്ല കാര്യമാണ്. ഇൻഫാക്ട് 20,000 വന്നാലും വളരെ നല്ലതാണ്. ഇതിപ്പോൾ 26,000 എന്നാലും അവർക്ക് കിട്ടിയിട്ടുണ്ട്. സോ കുറ്റം പറയാനൊന്നുമില്ല. ഇനി 4th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത കമ്പനി നമ്മുടെ ടാറ്റയാണ്. മിക്ക മാസങ്ങളിലും 3rd, 2nd ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരുന്ന കമ്പനിയാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം 4th പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ 42 മാസത്തെ കണക്കിൽ നോക്കുകയാണെങ്കിൽ ടാറ്റയ്ക്ക് ഇതുവരെ ഏറ്റവും കുറവ് സെയിൽ വന്നിരിക്കുന്ന കഴിഞ്ഞ മാസമാണെന്നാണ് പറയുന്നത്. 37,083 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം വന്ന്. 41,557 വാഹനങ്ങളുടെ സെയിലായിരുന്നു മെയ് മാസത്തിൽ വന്ന്. അത് തന്നെ കുറവായിരുന്നു. പക്ഷേ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 4,474 വാഹനങ്ങളുടെ സെയിൽ വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. 10.77% ആണ് അവർക്ക് വന്നിരിക്കുന്ന ഡീഗ്രോത്ത് റേറ്റ്. അത് ഒരുപാട് ഹൈ ആയിട്ട് തോന്നില്ലായിരുന്നു, കാരണം സ്റ്റോക്കൊക്കെയും കൂടുതലാണ്. പക്ഷെ എന്നാലും 40,000 താഴെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അടുത്ത കാലത്തൊന്നും ടാറ്റയുടെ സെയിൽ പോയിട്ടില്ലായിരുന്നു. ഇനി 3rd പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി മഹീന്ദ്രയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ല, അത് ഹ്യുണ്ടായി ആണ്. കഴിഞ്ഞ മാസം 44,024 വാഹനങ്ങൾ സെയിലാണ് അവർക്ക് ലഭിച്ചത്. 2025 മെയിൽ 43,861 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതാണ്. 163 വാഹനങ്ങളുടെ വ്യത്യാസവും 0.37% ഗ്രോത്ത് റേറ്റൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും വളരെ മിനിമൽ ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. പൊതുവേ ഹ്യുണ്ടായിക്ക് 50,000 സെയിൽ വരാറ്. പക്ഷേ കഴിഞ്ഞ മാസം എന്തായാലും അതിൽ നിന്നൊക്കെ നല്ല കുറവുണ്ട്. ഇത്രയൊക്കെ സ്ഥിതിക്ക് 2nd പൊസിഷനിൽ ആരാ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഉറപ്പായിട്ടും നമ്മുടെ മഹീന്ദ്ര തന്നെയാണ്. കഴിഞ്ഞ മാസം 47,306 വാഹനങ്ങളുടെ സെയിലാണ് അവർക്ക് കിട്ടിയത്. 2025 മെയിൽ 52,431 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. കഴിഞ്ഞതിന് മുന്നത്തെ മാസം 2nd പൊസിഷനിൽ മഹീന്ദ്ര ആയിരുന്നു. കഴിഞ്ഞ മാസം 2nd പൊസിഷനിൽ മഹീന്ദ്ര തന്നെയാണ്. ഈവൻ ദോ 5,125 വാഹനങ്ങളുടെ വ്യത്യാസവും 9.77% ഡീഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ബാക്കി 2 കമ്പനികൾക്ക് ഹ്യുണ്ടായിക്കും ടാറ്റയ്ക്കും ഇവരെ ഓവർടേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൻഡ് ഹ്യുണ്ടായി ഇപ്പോൾ പറയുന്നത് അവർ ഏറ്റവും കൂടുതൽ ബൈക്കുന്ന മാരുതി സുസുക്കി അല്ല, മഹീന്ദ്രയാണെന്നാണ്. കാരണം മഹീന്ദ്രയിൽ അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഹ്യുണ്ടായി വരെ കാണുന്നുണ്ട്. ഇനി ഫസ്റ്റ് പൊസിഷൻ ആരാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവർക്കും അത്യാവശ്യം നല്ലൊരു ഡീഗ്രോത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം 1,18,906 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുള്ളൂ. മെയ് മാസത്തിൽ 1,35,962 വാഹനങ്ങൾ സെയിൽ കിട്ടിയതായിരുന്നു. 17,056 വാഹനങ്ങളുടെ വ്യത്യാസവും 12.54% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് പൊതുവെ 1,20,000 താഴെ അങ്ങനെ സെയിൽ പോകാറില്ലായിരുന്നു. പക്ഷേ ഇതിപ്പം ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ ഇത്രയും വലിയൊരു ഡിക്ലൈൻ വന്നിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, സെയിൽ ഒരിക്കലും മോശമാണെന്ന് പറയാൻ പറ്റില്ല. 1,00,000 മുകളിൽ നിൽക്കുന്ന വേറൊരു കമ്പനിയില്ല. ആൻഡ് 2nd പൊസിഷനിലുള്ള കമ്പനി പോലും ഇതിലും പകുതിയിലും താഴെയാണ് സെയിൽ ഇപ്പോഴും വരുന്നത്. എന്തായാലും ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിറ്റ കമ്പനികളുടെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.